കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ കവടിയാറിലെ സ്ഥാപനത്തിൽ നിന്ന് 69 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് ഒരു കേസ്. കടയിലെ QR കോഡ് മാറ്റി 2024 ജൂലൈ മുതൽ തട്ടിപ്പ് നടത്തിയെന്നാണ് പരാതി. കൃഷ്ണകുമാർ മ്യൂസിയം പോലീസിൽ നൽകിയ പരാതിയിൽ ജീവനക്കാരികളായ വിനീത, ദിവ്യ, രാധാകുമാരി എന്നിവരെയും ദിയ കൃഷ്ണയെ ഭീഷണിപ്പെടുത്തിയതിന് വിനീതയുടെ ഭർത്താവ് ആദർശിനെയും പ്രതികളാക്കി കേസെടുത്തു. കവടിയാറിലാണ് ദിയയുടെ സ്ഥാപനം OBOC പ്രവർത്തിക്കുന്നത്. തട്ടിപ്പ് കണ്ടെത്തിയപ്പോൾ ജീവനക്കാരെ വിളിച്ച് സംസാരിച്ചിരുന്നുവെന്ന് കൃഷ്ണകുമാർ പറയുന്നു. ജീവനക്കാർ തെറ്റ് സമ്മതിച്ചു. 8 ലക്ഷം രൂപ ജീവനക്കാർ തിരികെ നൽകി. ബാക്കി പണം ഉടൻ നൽകാമെന്നും പോലീസിൽ പരാതിപ്പെടരുതെന്നും അവർ ആവശ്യപ്പെട്ടു. ഇതിനകത്ത് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ പൈസ പോയി എന്ന് പറയുന്നതിനും ഇവരിവിടെ വന്നതിനും പോയതിൻ്റെ എല്ലാത്തിൻ്റെയും ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട്, വീഡിയോ സഹിതമാണ്. അതായത് കുറ്റം ചെയ്തത്, ഫോർ എക്സാമ്പിൾ QR കോഡ് മാറ്റി പൈസ എടുക്കുന്നതിൻ്റെ വീഡിയോ ഉണ്ട്, കുറ്റം സമ്മതിക്കുന്നതിൻ്റെ വീഡിയോ ഉണ്ട്, ഇവരിവിടെ ഇരിക്കുന്ന വീഡിയോ ഉണ്ട്, യാത്ര ഇവിടെ വരുന്നത്, ഇവിടെ നിന്ന് പോകുന്നതിൻ്റെ വീഡിയോ ഉണ്ട്. നമുക്ക് കൊടുക്കാവുന്ന മുഴുവൻ തെളിവുകൾ നമ്മൾ കൊടുത്തു. പോലീസ് ബാക്കിയൊന്ന് ശേഖരിച്ചു. അവരുടെ ഭാഗത്തുനിന്ന് ഇതുവരെയും ഒരു തെളിവും അവിടെ കൊടുത്തതായിട്ടും കാണുന്നില്ല. അവരെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയതോ കെട്ടിയിട്ടതോ അടിച്ചതോ ഇടിച്ചതോ അല്ലെങ്കിൽ ഒരു ചീത്ത വാക്ക് പറയുന്നതോ എന്തെങ്കിലും ഒരു വീഡിയോ അവരെ ഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ ചോദിക്കുന്നത്, നമുക്കിതിരെ കേസെടുക്കുന്ന അതൊക്കെ പോലീസിൻ്റെ ഭാഗത്തെ ന്യായമായ കാര്യമാണ്. അവരെടുക്കാം, അവർക്ക് എന്തുകൊണ്ട് ചെയ്യാം. പക്ഷേ ഒരു കൗണ്ടർ കേസും കൂടിയാണ്. അതുകൂടെ നിങ്ങൾ ഓർക്കണം. നമ്മൾ പരാതി കൊടുത്തതിന് ശേഷം കൊടുക്കുന്ന ഒരു കൗണ്ടർ കേസാണ്. സാധാരണ കൗണ്ടർ കേസിനെ ഗൗരവത്തിൽ എടുക്കില്ല. അതേസമയം 3 വനിതാ ജീവനക്കാരുടെ പരാതിയിലാണ് കൃഷ്ണകുമാറിനും മകൾക്കുമെതിരെ കേസെടുത്തത്. വിഷയം സംസാരിച്ചു പരിഹരിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയ ശേഷം തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പണം കവർന്നെന്നാണ് കേസ്. സ്ത്രീത്വത്തെ അപമാനിച്ചതിനും കേസെടുത്തിട്ടുണ്ട്. വനിതാ ജീവനക്കാരെ തട്ടിക്കൊണ്ടുപോയ ശേഷം വീട്ടുകാരെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയെന്നാണ് പരാതി. ജീവനക്കാരികൾ 8,82,000 രൂപ നൽകിയതിന്റെ രേഖകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. നിലവിലെ കേസുകളുടെ പശ്ചാത്തലത്തിൽ മൊഴികൾ വിശദമായി രേഖപ്പെടുത്തിയ ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ നീക്കം. നേരത്തെ തന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നവർ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന ആരോപണവുമായി ദിയ രംഗത്തെത്തിയിരുന്നു. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.